എൻ്റെ ഫാമിലി, ഇവിടെ കൂടിയിരിക്കുന്ന പൊതുജനങ്ങളെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാനൊരു പ്രാസംഗികനല്ല, പ്രസംഗിക്കാൻ എനിക്കറിയില്ല, പക്ഷേ നിങ്ങളോട് സാധാരണ ഭാഷയിൽ സംസാരിക്കാൻ എനിക്കറിയാം എന്നാണ് ഞാൻ അവരോട് പറയുന്നത്. ആദ്യമായിട്ട് യാത്രയെക്കുറിച്ച് പ്രദീപ് സാർ പറഞ്ഞതുകൊണ്ട് പ്രദീപ് സാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ആദ്യമേ എന്ന് പറയുകയാണ്. ഞാൻ 2019 1700 കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിച്ച് ഹെൽമെറ്റ് ധരിക്കുകയോ ജീവൻ രക്ഷിക്കുകയോ എന്നുള്ള ഒരു യാത്ര നടത്തിയത്. അത് സ്വന്തമായിട്ടൊന്ന് തോന്നി, സ്വന്തമായിട്ടൊരു സൈക്കിൾ വാങ്ങി, ലീവ് എടുത്ത് 24 ദിവസം കൊണ്ട് തീരുമെന്ന് വിചാരിച്ചു. 24 ദിവസത്തെ ലീവ് എടുത്തു, സൈക്കിളൊക്കെ സെറ്റ് ചെയ്തു. കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്നത്തെ മന്ത്രി മേഴ്സിക്കുട്ടി അമ്മ ഫ്ലാഗ് ഓഫ് ചെയ്ത് തുടങ്ങിയ ആ യാത്ര 14 ജില്ലയെ കവർ ചെയ്ത് വന്നു. അപ്പോൾ അന്ന് പോകാതിരുന്ന ഒരു സ്ഥലം അട്ടപ്പാടി, അഗളി, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയില്ലെങ്കിൽ പോലും എല്ലാ ജില്ലയും കവർ ചെയ്തുള്ളൊരു യാത്രയായിരുന്നു. അതിനുശേഷമാണ് രണ്ട് പേരും ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ സീറ്റ് ഹെൽമെറ്റ് ധരിക്കണമെന്നുള്ളൊരു ഓർഡർ ഇടുന്നത്. അപ്പോൾ എനിക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടല്ല എങ്കിൽ പോലും എനിക്ക് അതിനകത്തൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ സംവാദിച്ച് ആൾക്കാർക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. അതിനുശേഷം ഞാൻ പിന്നീട് സാറ് പറഞ്ഞ പോലെ എനിക്ക് സൈക്കിള് മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ, ഞാൻ ടൗണിലാണ് താമസിക്കുന്നത്, പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ, കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ, ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സൈക്കിളിൽ തന്നെ ഡ്യൂട്ടിക്ക് പോയി വരുന്ന ഒരു രീതിയായിരുന്നു. അതിലിരിക്കുമ്പോൾ ഇതൊന്നും കുറഞ്ഞു പോകുന്നല്ലോ എന്നുള്ള ചിന്ത. കാരണം ഡെയിലി അപ്പ് ആൻഡ് ഡൗൺ 60 കിലോമീറ്ററേ വരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശബരിമല ഡ്യൂട്ടി വരുന്നത്. ശബരിമലയ്ക്ക് പോകുമ്പോൾ ഞാൻ സൈക്കിളിലും പോകും. ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടിക്ക് വരുമ്പോൾ സൈക്കിളിൽ പോകും. അങ്ങനെ ഇരുന്നപ്പോഴേ ഞാൻ പ്രദീപ് സാറിനെ മുൾമുനയിൽ നിർത്തിയൊരു സംഭവം ഉണ്ടായി. ഒരു ദിവസം കണ്ണൂർ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് എന്നെ നിയോഗിച്ചു. അത് പിറ്റേ ദിവസം രാവിലെ ഇവിടുന്ന് പോലീസ് ബസ് പോകും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ തലേ ദിവസം വൈകുന്നേരം 2 മണിക്ക് സൈക്കിളിൽ കണ്ണൂർ പോകാൻ തീരുമാനിച്ചു ഡ്യൂട്ടിക്ക്. അപ്പോൾ കാര്യമായിട്ട് ക്യാമ്പിൽ ചെന്ന് സംസാരിച്ചു. പ്രദീപ് സാർ വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് വാർത്താ ചാനലിൽ വന്നു. അന്നത്തെ കമ്മീഷണർ നാരായണൻ സാറാണ് തോന്നുന്നു. സാറ് ആ വാർത്ത ഫ്ലാഗ് ഓഫ് ചെയ്ത് കണ്ണൂരിലേക്ക് പോകുന്നു എന്നുള്ളൊരു വാർത്ത സാർ ടി വിയിൽ കൂടെ കണ്ടു. ആ സമയത്ത് സാറ് വാർത്ത കാണുന്ന സമയത്ത് ഞാൻ ആലപ്പുഴ എത്താറായി. സാർ പെട്ടെന്ന് പേടിച്ചു. ഒരു ഇലക്ഷൻ ഡ്യൂട്ടി, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുമ്പം ഒരു പോലീസുകാരൻ സൈക്കിളിൽ പോകുന്നു, അത് ഫ്ലാഗ് ഓഫ് ചെയ്തതൊരു ACP ആണ്. പെട്ടെന്ന് ആ നിമിഷം അദ്ദേഹം അവിടെ നിൽക്കണം എന്നൊരു ഓർഡർ പെട്ടെന്ന് വന്നു. എന്നെ പെട്ടെന്ന് തന്നെ അന്ന് ഞാൻ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുകയാണ്. SHO വിളിച്ചു, ഷാജാനെ എവിടെത്തി? ഞാൻ പറഞ്ഞ ആലപ്പുഴ. ഷാജാനെ ദയവ് ചെയ്ത് വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തു, ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ അവിടെ കയറ്റി വയ്ക്കി, നാളെ രാവിലെ പോലീസ് ബസ് വരും, ആ ബസ്സിനകത്ത് കയറി പോകണം. ഒരു SI നിയോഗിച്ച് അയച്ചു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം എൻ്റെ സൈക്കിൾ ബസ്സിൻ്റെ മുകളിൽ കയറ്റി വെച്ചു. എന്നെ കൊണ്ട് ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു കൊണ്ടുവന്നൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ സൈക്കിള് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ സൈക്കിളിൽ ഞാനിങ്ങനെ യാത്ര ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോഴും എൻ്റെ ഫാമിലിക്ക് എന്നെ തടയാൻ പറ്റാത്ത കാര്യവും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ആ യാത്ര കഴിഞ്ഞതിന് ശേഷം പല തവണയും യാത്രകൾ വീണ്ടും ചെയ്യണം, ഈ ലഹരിക്കെതിരെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നെങ്കിൽ പോലും ഡ്യൂട്ടി, പിന്നെ നല്ല വെയിൽ, സഹിക്കാൻ പറ്റാത്ത വെയിലാണ് ഞാൻ ആദ്യത്തെ യാത്ര ചെയ്തത്. എൻ്റെ കളർ നല്ല രീതിയിൽ മാറിയായിട്ട് അന്ന് വന്നത്. ഇപ്പോഴും ഈ അടുത്ത സമയത്തൊക്കെ വെയിലായതുകൊണ്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ ആ യാത്രകൾ നീണ്ടു പോയി. ഈ സമയത്താണ് SPGയുടെ സബ് ഡിവിഷൻ്റെ നോഡൽ ഓഫീസറായിട്ട് ഷെരീഫ് സാർ എന്നെ നിയമിക്കുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് സ്കൂളുകളുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടാകുന്നതും സ്കൂളുകൾ അപകടകരമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. പക്ഷേ SPG എന്ന് പറയുന്ന സംവിധാനം നല്ലതാണ്. അതിനെ പ്രവർത്തിക്കാൻ ഏൽപ്പിക്കുന്ന പോലീസുകാർക്ക് അത് മാത്രം ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിനെ വിജയിപ്പിക്കാൻ പറ്റൂ. ഇവിടെ പല ഡ്യൂട്ടികൾ ചെയ്യുന്നതിനിടയിൽ SPGയുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇത് കേരളത്തിലെ എല്ലാ കുട്ടികളെയും കാണണമെന്നുള്ള ഒരു കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് റിട്ടയർ ചെയ്യുമ്പോൾ SI ആയിട്ട് പോവുകയും വേണം, എന്നാൽ എനിക്ക് സ്വാതന്ത്ര്യവും വേണം. അങ്ങനെയാണ് ഈ ഒരു യാത്ര ഞാനങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. മാഡം പറഞ്ഞതുപോലെ സഹായങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള അത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം അങ്ങനെ പറയാൻ ആളുണ്ടായല്ലോ എന്നുള്ളത്. കഴിഞ്ഞ യാത്രയുടെ അനുഭവം എനിക്കുണ്ടായിരുന്നു. ഞാൻ അന്ന് വയനാട് ചുരം കയറുന്ന സമയത്തൊക്കെ ഒറ്റപ്പെട്ടിങ്ങനെ യാത്ര ചെയ്യുമ്പം അന്ന് മനസ്സിൽ ഇനി യാത്ര ചെയ്യില്ല എന്നല്ല തീരുമാനിച്ചത്. ഇനി യാത്ര ചെയ്യുമ്പം എൻ്റെ കൂടെ ഒരു കാറ്
എൻ്റെ ലഗേജ് കൊണ്ടുവരാനെങ്കിലും ഞാൻ എവിടെ പോകുന്നു, എനിക്കെന്തെങ്കിലും സംഭവിച്ചെന്ന് തിരക്കുന്നതിന് വേണ്ടിയെങ്കിലും ഒരു കാറ് പുറകെ വരണം, 2 പേര് അതിനകത്ത് വരണം, അല്ല ഒരാളെങ്കിലും വരണം, എൻ്റെ ലഗേജ് കൊണ്ടുപോകാനെങ്കിലും സഹായമാകുമല്ലോ. അതുകൊണ്ട് അടുത്ത യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യണം. പക്ഷേ എൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ചുകൊണ്ട് എനിക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് ആശയവിനിമയം നടത്തി, അതിനുവേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ഇതൊരു വലിയ പബ്ലിസിറ്റി അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ആരും അതിനൊരു സപ്പോർട്ടായിട്ട് എനിക്ക് വന്നില്ല. അപ്പോൾ കിട്ടിയ രീതിയിൽ തന്നെ വീണ്ടും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പോയി. ഓരോ വയനാടും അട്ടപ്പാടിയിലും ഒക്കെ ഞാനിങ്ങനെ കയറ്റം കയറി പോകുമ്പം ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു, എനിക്ക് എന്നെ ആരും സഹായിക്കാൻ വന്നില്ലല്ലോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ പല സമയത്തും ഞാൻ മറിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇത് കാണാൻ പിന്നെ ഒരു മനുഷ്യനെങ്കിലും കണ്ട് നിർത്തി എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ, മഴ ചവിട്ടാൻ പറ്റുന്നില്ല, പിന്നെ ഷൂ ഇടുമ്പം വെള്ളം കയറി അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ സാധാ ചപ്പലിട്ടിട്ട് ഒഴുകി വരുന്ന വെള്ളത്തിന് എതിരെ ചവിട്ടുന്ന സമയം, അത് മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ ചെളിവെള്ളവുമായിട്ട് ചേർന്ന് വരുമ്പം ആ ചെളിവെള്ളവും കാലും കൂടെ പ്രസ് ചെയ്ത് കയറ്റം കയറുന്ന സമയം, ഒരു കയറ്റത്ത് പോലും ഞാൻ ഇറങ്ങി നടന്നില്ല. കാരണം നടക്കാൻ പറ്റില്ല. നടക്കുമ്പോഴത്തേക്ക് അത്രയും ചവിട്ടി വന്നിട്ട് നടക്കുമ്പം കാലിൻ്റെ മസിൽ പിടിക്കുമെന്നുള്ളതുകൊണ്ട് ചവിട്ടി തന്നെ പോവുകയാണ്, പോകാനേ പറ്റൂ. അപ്പം